ഹായ്, ഞാൻ ഇപ്പോൾ ഉള്ളത് പുതിയങ്ങാടിയിലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയങ്ങാടി നേർച്ച കാണാൻ വരുന്നത്. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷം. ഇപ്രാവശ്യം ജനുവരി 4, 5, 6 തീയതികളിലാണ് നേർച്ച നടക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്, ജനുവരി 4 തീയതിയാണ്. ഇന്ന് ഒരുപാട് വരവൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ മെയിൻ പ്രത്യേകത കൊടിവരവാണ്. കൊടിവരവിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ദഫ്മുട്ടുണ്ടായിരുന്നു, നാസിക് ടോളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 10ഓളം ആനകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആന മതിളകി ഒരാളെ ചവിട്ടിയിട്ട് അയാൾ മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആനൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആദ്യത്തെ ദിവസം 10ഓളം ആനകളുണ്ടായിരുന്നു. ഇന്നത്തെ കൊടിവരവ് കാണാൻ വേണ്ടിയിട്ട് മക്കാമിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. മക്കാമ് നിൽക്കുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തേക്കൊന്നും വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡ് മുഴുവനും ജനങ്ങളായിരുന്നു. യാഹുദങ്ങൾ ഉപ്പാപ്പാൻ്റെ 173ാമത്തെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള കൊടിവരവാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊടി മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിനുശേഷമാണ് ഈ പച്ച തൂണിൽ ഈ കൊടി ഉയർത്തൽ. ഈ കൊടി വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് കൊടിമരത്തിൻ്റെ അടുത്തുള്ള ആളുകൾ ആൾക്കൂട്ടത്തിലേക്ക് കോയിൻസൊക്കെ എറിയുന്നതായിട്ട് കാണാൻ പറ്റി. ഞാൻ ഈ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുതിയങ്ങാടി നേർച്ചനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവായ വീഡിയോ ഒന്നല്ല ഇത്. ഇന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങളെയും കാണിച്ചു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുതിയങ്ങാടി നേർച്ചയെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ട് 2 തരം ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കഞ്ഞിക്കാരുടെ വരവോടെ തുടങ്ങി ചാപ്പക്കാരുടെ വരവോടെ അവസാനിക്കുന്ന പുതിയങ്ങാടി നേർച്ചയുടെ കൊടിവരവിൻ്റെ കൊടി ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കാണ് കൊടിവരവ് മക്കാമിൻ്റെ അടുത്ത് എത്തിയത്. ഇവിടെ മക്കാമിൻ്റെ അടുത്ത് 8:30 മുതൽ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. അങ്ങനെ 9:45 ആകുമ്പോഴത്തേന് കൊടിമരത്തിൽ കൊടി കെട്ടി. അതിനോടനുബന്ധിച്ച് ചെറുതായിട്ടൊരു പടക്കം പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം ഒരു 1-2 മിനിറ്റ് അത്ര തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോയി.